ഹായ്. മൊബൈൽ ഫോണിൻ്റെ ടെക്നീഷ്യന്മാർ, അതായത് ഒരാൾ ഒരു ടെക്നീഷ്യൻ എങ്ങനെ ആവണത്, ഒന്നുകിൽ അവർക്ക് ഇലക്ട്രോണിക്സിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, അത് പഠിച്ചെടുക്കണം, അതിന് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് എന്നുള്ള രീതിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി മതി തൽക്കാലം. ഇതിപ്പോൾ എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണല്ലോ, അപ്പോൾ അതിൽ നല്ലൊരു ജോലി സാധ്യത ഉണ്ട് എന്നുള്ള രീതിക്ക് വരുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട്. പക്ഷേ ഒരു 100 ടെക്നീഷ്യന്മാർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 40% ടെക്നീഷ്യന്മാരും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ആളുകൾ ഇപ്പോഴും ടെക്നീഷ്യൻ ഫീൽഡിലില്ല. അതേപോലെ തന്നെ നമ്മുടെ ഫീൽഡിൽ തന്നെ ടെക്നീഷ്യന്മാരായിട്ട് ട്രെയിനികളായിട്ടും ടെക്നീഷ്യന്മാരായിട്ട് വന്നിട്ട് പിന്നീട് വേറെ ജോലി എടുത്തു പോയവരുണ്ട്. അപ്പോൾ അങ്ങനെ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അവർക്ക് ഇലക്ട്രോണിക്സിനോട് ഭയങ്കരമായിട്ടുള്ള അടുപ്പ കുറവുണ്ടാവും, അല്ലെങ്കിൽ അവർ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം വന്നതായിരിക്കാം, എന്തോ ആവട്ടെ. ഇതിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതൊരു റിപ്പയർ മെയിൻ്റനൻസിന് ഏതൊരു ജോലിയാണെന്നുണ്ടെങ്കിലും ആ ഒരു ജോലിയോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അടുപ്പം ഒന്നാമത് വേണം, എന്നാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ആവുന്ന സമയത്ത് കസ്റ്റമർ കൊണ്ടുവരുന്ന ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ഇറങ്ങുന്ന സമയത്ത് അതിന് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വില വരുന്നുണ്ട്. നമ്മളെ കയ്യിൽ ചിലപ്പോൾ അതിൻ്റെക്കാളും ജനറേഷൻ കുറഞ്ഞ ഫോണാണ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും മാർക്കറ്റിൽ ഹൈ പൊട്ടൻഷ്യലുള്ള ഒരു ഫോണാണ് ഈ ആപ്പിൾ. ഈ ആപ്പിളിൻ്റെ പൊതുവേ നമുക്കൊരു ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. കാരണം എന്താ, അതിന് വളരെ വില കൂടുതലാണ്. അതായത് ഒരു ഫോൺ വരുന്നത് 50,000 60,000 ഫോണാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. നമുക്ക് ഓൺ കണ്ടീഷനിൽ വന്നിട്ട് അത് പിന്നീട് ഓൺ ആയില്ലെങ്കിൽ അത്രയും പൈസ പോകുന്നുള്ള പേടി വരെ നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് പൊതുവെ സർവീസ് ചെയ്യാത്തത്. പക്ഷേ ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു ഇലക്ട്രോണിക്സിൻ്റെയും ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ അത് ഏത് ഫോണാണ്, ഏത് കമ്പനിയാണോ എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റം എന്താണെന്ന് മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരു ഐഫോൺ എക്സ് എടുക്കുക. ഐഫോൺ എക്സ് ഡിസ്പ്ലേ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ മാറുന്നു, കൊടുക്കുന്നു, പക്ഷേ ട്രൂ ടോൺ കിട്ടുന്നില്ല. എന്തുകൊണ്ട് ട്രൂ ടോൺ കിട്ടുന്നില്ല എന്നതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ എപ്പോൾ തയ്യാറാവുന്നു അപ്പോൾ അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ കസ്റ്റമർ പറയും ട്രൂ ടോൺ റെഡി ആയില്ല, അതിന് ഇന്ന ബോക്സ് ഉണ്ട്, ഇന്ന ടൂൾസ് ഉണ്ട്, നമുക്ക് അറിയാത്തിടത്തോളം കാലം നമ്മളെന്ത് പറയും, അത് ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ട്രൂ ടോൺ വർക്ക് ആവില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മളത് ഒഴിവാക്കും. പക്ഷേ എന്തുകൊണ്ട് വർക്ക് ആകുന്നില്ല എന്ന് നമ്മളത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. അത് ആ ഒരു കേസ് മാത്രമല്ല, എല്ലാ കേസുകളും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു ഇലക്ട്രോണിക്സിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളും, അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള കുറേ അതായത് അനലോഗല്ല, അധികം 1001 എന്നുള്ള കമാൻഡ് ഉപയോഗത്തിലുള്ള ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സും പ്ലസ് നമ്മുടെ ഇലക്ട്രോണിക്സും കൂടിയിട്ടാണ് ഇതൊക്കെ വർക്കാവുന്നത്. അപ്പോൾ ഇതിൽ ഒരു സർവീസ് ചെയ്യുമ്പോൾ, ഏതൊരു ഫോൺ സർവീസ് ചെയ്യുന്ന സമയത്തും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഫോൺ തന്ന് ഊരി നോക്കാൻ പഠിക്കുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, അത് കസ്റ്റമർ തന്നിട്ട് ഇപ്പോൾ ഒരു ഓൺ കണ്ടീഷനിൽ ഇപ്പോൾ ഒരു വൈഫൈ വർക്കാവാത്ത സെറ്റാണെങ്കിലും അത് അതേപോലെ റെഡി ആയിട്ടില്ലെങ്കിലും വൈഫൈ വർക്കാവാത്ത രീതിയിലെങ്കിലും കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒന്നാമത് വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഐഫോൺ ഊരുന്നത് മുതൽ അത് രണ്ടാമത് ഫിക്സ് ചെയ്യുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഐഫോൺ 6, 5S, 6 ഒക്കെ വന്നിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മെയിൻ പ്രശ്നമാണ് എന്ത്, അതിൻ്റെ സ്ക്രൂ ഹോൾ ഡാമേജ് ആയി പോകും. അതായത് ഐഫോണിന് ബോട്ടമിൽ 2 സ്ക്രൂ ഉണ്ട്. അത് നമുക്ക് ഇനിയിപ്പോൾ സ്ക്രൂ ഇട്ട് കൊടുത്തില്ലെങ്കിലും സ്ക്രൂവിൻ്റെ അളവ് മാറി കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. പക്ഷേ അതിൻ്റെ ഷീൽഡിൻ്റെ മേലെ വരുന്ന ഐഫോണിൻ്റെ ഷീൽഡിൻ്റെ മേലെ വരുന്ന സ്ക്രൂകളുണ്ട്. അതായത് ഇപ്പോൾ ഇതേപോലത്തെ സ്ക്രൂ കാണാം. ഇതിനൊക്കെ ഒരു പ്രത്യേക അളവുണ്ട്. ഇപ്പോഴും ഐഫോൺ എക്സിന് വരുന്ന പ്രശ്നമാണ്, ഈ സ്ക്രൂ ഡാമേജ് ആയിട്ട് നേരെ അപ്പുറത്തേക്ക് ഒരു ചെറിയ ഹോൾസ് ആയിട്ട് കാണും. അപ്പോൾ എന്താണ്, ഈ സൈഡിൽ വരുന്ന സ്ക്രൂവിൻ്റെ അളവ് ആവില്ല അപ്പുറം സൈഡിൽ വരുന്നത്. അതിന് എല്ലാം വ്യത്യസ്ത അളവിലുള്ള സ്ക്രൂകളാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതൊക്കെ സ്ക്രൂ എവിടുന്നൊക്കെ ഊരി എന്നുള്ളത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. അത് ശ്രദ്ധിക്കേണ്ടത് മദർ ബോർഡിൽ വരുന്ന സ്ക്രൂ മാത്രം നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഇപ്പോൾ ഇതിൽ വരുന്നത് 2 സ്ക്രൂവാണ് ഈ ഐഫോൺ എക്സിൻ്റെയും മദർ ബോർഡിൽ വരുന്നത്. അത് 6 ആണെങ്കിലോ ഏതാണെങ്കിലും അതിനനുസരിച്ച് എന്തുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ അളവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഏതൊക്കെ സ്ക്രൂ എവിടുന്നൊക്കെ ഊരി എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് തവണ ഊരിയതാണെങ്കിൽ ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് ടൈമിലൊക്കെയാണ് ഊരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് എത്ര എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ആ അളവ് നോക്കിയിട്ട് അത് അതേ സ്ഥാനത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. അതേപോലെ അതിനെങ്ങാനും പോയിൻ്റ് ഒക്കെ കൂടിയ സ്ക്രൂറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മദർ ബോർഡ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പം കസ്റ്റമർ തന്ന കണ്ടീഷൻ എനിക്ക് തരാൻ കഴിയില്ല. അപ്പോൾ കസ്റ്റമറേക്ക് ഒന്ന് ചീത്തയും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര ഒരു ഫോൾട്ടാണ്. അപ്പോൾ ഈ ടെക്നീഷ്യന്മാർക്ക് പൊതുവേ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഫീൽഡിനോട് ചെറിയൊരു ചടപ്പ് വരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് അത് പിന്നെ ഓണായില്ല, പിന്നെ അത് ചോറാവാല എന്ന രീതിയിൽ മാറരുത്. അപ്പോൾ എന്ത് സംഗതി ചെയ്യുമ്പോൾ അത് നോക്കുക, എവിടെ നിന്നൊക്കെയാണ് സ്ക്രൂ ഊരിയെന്നുള്ളത് നോക്കുക. പിന്നെ ഫോൺ ഡിസ്പ്ലേ ഊരുന്ന സമയത്ത്
ഇപ്പോൾ ഇത് ഐഫോൺ 13 Pro ആണിത്. ഈ ഐഫോൺ 13 Pro അതായത് ഐഫോൺ XS11 വരെ ഫോണിൻ്റെ സ്ട്രിപ്പ് വരുന്നത് എങ്ങനെയാണ്, ഈ സൈഡിൽ നിന്ന് മദർ ബോർഡ് വന്നിട്ടുണ്ടായിരുന്നത്, ഈ സൈഡിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഊരുമ്പോൾ ഈ സൈഡിൽ നിന്ന് പൊക്കിയാൽ മതി. ഈ സെറ്റ് വരുന്ന സമയത്ത് അതേ 11ഉം X ഊരി പരിചയമുള്ള ആളാണ് ഞാനെന്ന് വിചാരിച്ചിട്ട് ഒരു ഡിഅസംബ്ലി വീഡിയോസ് ഒന്നും കാണാതെ നേരെ പൊക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് പൊക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിന് സ്ട്രിപ്പ് ഡാമേജ് ആവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് നോക്കുക, സ്ട്രിപ്പൊക്കെ ഏത് സൈഡിലാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നോക്കുക, ഏതൊക്കെ സൈഡിൽ വരുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽസ് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേ മാറുമ്പോൾ അതേപോലെ ഐഫോൺ 7 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, ഐഫോൺ 7, 7+ ഡിസ്പ്ലേ കൊടുക്കുന്ന സമയത്ത് ടച്ച് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യണം, ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ടച്ച് ഐഡിൻ്റെ കണ്ടർ ഉണ്ടല്ലോ, ഈ കണ്ടർ ഒന്ന് മടങ്ങിക്കാണ്ട് ഇങ്ങനെ നിൽക്കും. കുറേ വട്ടം ഊരിയതാണ് ഇങ്ങനെ മടങ്ങിക്കാണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരാണ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ബോഡിമേ കൂടിക്കാണ്ട് എന്ത് ചെയ്യും, ഇതുണ്ട് മടങ്ങിക്കാണ്ട് അത് ഡാമേജ് ആവും. അപ്പോൾ അതും അശ്രദ്ധ മൂലം വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഒരു ടൂസറോണ്ട് ജസ്റ്റ് ഉള്ളിൽ ആക്കിയിട്ട് എന്ത് ചെയ്യുക, അമർത്തിയിട്ട് ഫിറ്റ് ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ സ്ട്രിപ്പോ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അതും പണി കിട്ടും. പിന്നെ രണ്ടാമത്, ഇപ്പോൾ ഇതിപ്പോൾ എല്ലാ ഫോണിനും ബാധകമാണ്. രണ്ടാമത് ആപ്പിളിൻ്റെ പൊതുവേ എന്തുണ്ട്, ഇതിൻ്റെയൊക്കെ കണക്ഷൻസ് കമ്പോണൻസ് ഭയങ്കര അടുത്തായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ കാണാം. അപ്പോൾ ഒരു കണക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണക്ടറിൻ്റെ അടുത്ത് ഒരു ടൂസർ വെക്കാനുള്ള ക്യാപ്പ് കഷ്ടിച്ചുണ്ടാവുള്ളൂ. അതൊക്കെ ചെറിയ ഗമ്മിലുണ്ടാവുക, ജസ്റ്റ് കഷ്ടിച്ചുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ടൂസറോ അതേപോലെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ തെന്നിയിട്ടൊക്കെ സ്ട്രിപ്പ് റിമൂവ് ചെയ്യുക നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം കമ്പോണൻസ് ഇളകിയിട്ട് ആ കണക്ഷൻ ബ്രേക്ക് ആവും. അപ്പോൾ ഒരു കണക്ഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡിസ്പ്ലേൻ്റെ ഏതെങ്കിലുമൊക്കെ വോൾട്ടേജിൻ്റെതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്യൂസിൻ്റെതോ അല്ലാന്നുണ്ടെങ്കിൽ ടച്ചിൻ്റെ ഏതെങ്കിലും വോൾട്ടേജിൻ്റെ ഒക്കെ കമ്പോണൻസ് ഒക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവില്ല, ടച്ച് ആണെങ്കിൽ ടച്ച് വർക്ക് ആവില്ല, ഡിസ്പ്ലേ വർക്ക് ലൈറ്റ് എന്താ വെച്ചാൽ അത് വർക്ക് ആവില്ല. അപ്പോൾ നമുക്ക് പിന്നെയും ടെൻഷനാവും, ഇതെന്താ കാരണം എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് ആകെ ടെൻഷൻ ആവാതെ ആ ചെയ്ത സമയത്ത് അവിടെ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ഊരുമ്പോൾ വളരെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് മാത്രം ഊരുക. പിന്നെ ഐഫോണിൻ്റെ മദർ ബോർഡ് റിപ്പയറൊക്കെ വരുമ്പോൾ ഒരു ഊരിൻ്റെ കാര്യത്തിൽ ഫിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ എന്താണ് ശ്രദ്ധിക്കണം. പിന്നെ എന്ത് സംഗതി ഐഫോണും ആൻഡ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഐഫോണിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കുറേ സാധനങ്ങളുണ്ട്. ആപ്പിളിൻ്റെ കുറേ സാധനങ്ങൾ ഒറ്റത്തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റത്തവണ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമത് പ്രോഗ്രാം ചെയ്യാനോ അല്ലെങ്കിൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ രണ്ടാമത് എടുത്ത് റെഡിയാക്കാനൊന്നും കഴിയില്ല. ഫോർ എക്സാമ്പിൾ ഐഫോണിൻ്റെ ഫേസ് ഐഡിൻ്റെ സ്ട്രിപ്പ് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഐഫോണിൻ്റെ ഫേസ് ഐഡിൻ്റെ ഒരു ഡിസ്പ്ലേ കാണിച്ചാൽ ആ 13 Pro ഇതാ, ഇത് 12 Pro Max ആണ്. 12 Pro Maxന് ഇവിടെ റിയർ സ്പീക്കർ സ്ട്രിപ്പ് ഉണ്ട്. ഈ സ്ട്രിപ്പുമ്പോഴാണ് ഇതിൻ്റെ ആംബിയൻസ് ലൈറ്റ് സെൻസറും അതേപോലെ ട്രൂ ടോൺ ഒക്കെ വർക്കാവുന്ന സെൻസർ ഈ സ്ട്രിപ്പുമ്പോഴാണ് വരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഡിസ്പ്ലേ മാറിയിട്ട് ഈ സെൻസർ നമ്മൾ മാറിയിട്ട് സ്പീക്കർ വർക്കാവുന്ന കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിപ്പ് അങ്ങോട്ട് മാറി കൊടുക്കും. പക്ഷേ സെൻസറും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, പക്ഷേ ട്രൂ ടോൺ വർക്കാവില്ല, ഫേസ് ഐഡിയും വർക്കാവില്ല. അത് കാരണം എന്താ, ഇതിന് ഒറിജിനൽ ആക്സറീസ് ആയിട്ട് ഒറിജിനൽ സ്പെയറും സെൻസറും ഇതേപോലെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ 2 സെൻസർ എടുത്ത് പുതിയ സ്ട്രിപ്പുമൊക്കെ മാറ്റിയിടേണ്ട ഒരവസ്ഥ വരും. നമ്മൾ കണ്ണും ചിമ്മി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ സംഗതി എന്താവും, ഡിസേബിൾ ആവും. അപ്പോൾ എന്താവില്ല, അത് വർക്കാവില്ല. അതേപോലെ തന്നെയാണ് അതിൻ്റെ ഡോട്ട് പ്രൊജക്ടറും അതേപോലെ തന്നെ അതിൻ്റെ IR ക്യാമറയും. ഈ IR ക്യാമറയും ഡോട്ട് പ്രൊജക്ടറും ഈ ആംബിയൻസ് ലെൻസറും ഒക്കെ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഫേസ് സൈഡ് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ആവുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്താൽ ഫേസ് സൈഡ് എന്താവും, ഡിസേബിൾ ആയി പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഫോക്കസ് ആവാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് ഒരു മദർ ബോർഡ് റിപ്പയർ ചെയ്യുന്ന സമയത്ത് EEPROM എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. EEPROM എന്ന സംഗതി നെറ്റ്വർക്കിന് ഒരു EEPROM ഉണ്ട്, അതേപോലെ CPക്ക് ഒരു ലോജിക് EEPROM ഉണ്ട്. ലോജിക് EEPROM ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമർ ഡാറ്റ പോകും. പക്ഷേ ആപ്പിൾ ലോഗോ റീസ്റ്റാർട്ട് ആണ്, കാരണം ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പിൾ ലോഗോ റീസ്റ്റാർട്ടിൽ ഇരിക്കും. നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഡാറ്റ പോയാലും റെഡിയാക്കാൻ പറ്റും. പക്ഷേ നെറ്റ്വർക്കിൽ വരുന്ന EEPROM എന്തെങ്കിലും കാരണം ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ബാൻഡ് അൺനോൺ ആവും, ബേസ് ബാൻഡ് ഉണ്ടാവില്ല, മോഡം ഫിംഗർ ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാരണവശാലും ആ സെറ്റ് നെറ്റ്വർക്ക് പിന്നീട് ഒരിക്കലും റെഡിയാക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ നമുക്ക് ബേസ് ബാൻഡ് CPU നമ്മളൊരു എക്സ് സർവീസിന് വന്നു, നമുക്ക് തൽക്കാലം വർക്ക് ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു മദർ ബോർഡിൽ നിന്ന് ഒരു ബേസ് ബാൻഡ് CPU ഇട്ട് കഴിഞ്ഞാൽ എന്താവില്ല, വർക്കാവില്ല. അപ്പോൾ ബേസ് ബാൻഡിൻ്റെ കേസ് വരുന്ന നെറ്റ്വർക്ക് സെക്ഷൻ റിപ്പയർ ചെയ്യുമ്പോൾ EEPROM ബേസ് ബാൻഡ് ഇത് രണ്ടും യാതൊരു കാരണവശാലും ഡാമേജ് ആവാൻ പാടില്ല. അത് അതേപടി അവിടെ ഉണ്ടാവണം. എന്തെങ്കിലും കാര്യങ്ങളും സ്വാപ്പോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ EEPROMൻ്റെ ഡാറ്റ റീഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബിൻ ഫയലാക്കിയിട്ട് സേവ് ചെയ്തിട്ട് വേറെ EEPROMക്ക് റൈറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ 6S മുതലുള്ള ഡിവൈസുകൾക്കാണ് വൈഫൈസ് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈഫൈ അൺലോക്ക് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ 12 Pro Max വരുന്ന സമയത്ത് അതിൽ EEPROM ഉണ്ട്, അതായത് ഐസിനകത്തുനിന്ന് എടുത്തിട്ട് വേറെ ചെയ്യും വേണ്ടി വരും. പിന്നെ വരുന്ന കേസാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐഫോൺ 2 ബോർഡ് സെപ്പറേറ്റ് ചെയ്യണമല്ലോ.
ഐഫോൺ 2 ബോർഡ് ഇതിപ്പോൾ ഇന്ന് വന്നൊരു ബോർഡാണ്. ഇത് ഐഫോൺ എവിടെ എക്സസ് മാക്സ് അല്ലത്, എക്സസ് മാക്സിൻ്റെ ഒരു ബോർഡാണ്. ഇതിൻ്റെ പ്രശ്നം എന്താ, ഇതെന്തോ ടച്ച് എന്തോ ഉള്ള കംപ്ലൈൻ്റ് ആണ്. പക്ഷേ ഇതിന് ഇവരിട്ടിട്ടുള്ള PPD 183 PPD ഇട്ടത്. ഈ 2 ബോർഡ് തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുന്ന PPDൻ്റെ അളവ് 138 ആണ്. 138 ആണ് ഇതിൻ്റെ PPDൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ അത് 183 ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അടിയിൽ നിന്ന് പ്രീ ഹീറ്റർ വെച്ച് ചൂടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഹീറ്റ് ആക്കേണ്ടി വരും. അങ്ങനെ ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, അടിയത്തെ ലോവർ ബോർഡ് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന PPD 138 ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഊരാളുടെ ടെമ്പറേച്ചറും കാര്യങ്ങളും 160 170 നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് പൊക്കാനും സാധിക്കും. പിന്നെ എന്താ പറയുക, ഇതിൽ നമുക്ക് എല്ലാ ഫോണും റിപ്പയർ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു പ്രോപ്പർ വേയിലൂടെ മാത്രം റിപ്പയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ സ്ക്രൂവിൻ്റെ അളവ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും സാധനം റിപ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് തന്നെയാണോ, എന്തെങ്കിലും സാധനം ആക്സറീസ് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരിക്കൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ബേസ് സൈഡിൻ്റെ IR ക്യാമറ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രിപ്പ് വരെ മാറ്റി കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇയർ സ്പീക്കറിൻ്റെ സ്ട്രിപ്പ് മാറുമ്പോൾ ആ 2 സെൻസർ എടുത്തുകൊണ്ട് മറ്റേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ മറക്കരുത്. ബേസ് ബാൻഡ് റിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസ് ബാൻഡ് നമുക്ക് മാറ്റാൻ കഴിയില്ല. EEPROM നമുക്ക് മാറ്റാൻ കഴിയും, പക്ഷേ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ കിട്ടില്ല. അപ്പോൾ ഡാറ്റ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് റീഡ് ചെയ്ത് മുൻകൂട്ടി അതിൻ്റെ റീഡ് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ ചെയ്യേണ്ടതാണ്. ഇതേപോലെ തന്നെ വൈഫൈസ് ഒക്കെ മാറുന്ന സമയത്തും വൈഫൈസ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നേരിട്ട് വർക്കാവില്ല, വൈഫൈ അൺലോക്ക് ചെയ്യേണ്ടി വരും. ഇത്രയൊക്കെ തന്നെ ഇപ്പോൾ ഒന്ന് പറയാനുള്ളൂ. ബാക്കി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.